आज आप सभी अपने को गॉडली स्टूडेंट समझ पूरा दिन आप स्टडी कर रहे हो. ഇന്ന് നിങ്ങളെല്ലാവരും സ്വയത്തെ ഗോഡ്ലി സ്റ്റുഡൻ്റ് ആണെന്ന് മനസ്സിലാക്കി മുഴുവൻ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃതവേളയിൽ ആദ്യത്തെ ക്ലാസ് യോഗത്തിൻ്റേത് നടന്നു. രണ്ടാമത്തെ ക്ലാസ് മുരളീധരനായ സ്നേഹിയായ ബാബ്ദാദയുടെ ഗുഹ്യ രഹസ്യങ്ങളടങ്ങിയ മുരളിയും നടന്നു. മൂന്നാമത്തെ ക്ലാസ് രത്തൻ മോഹിനി ദാദയുടേതായിരുന്നു, അന്തർമുഖതയുടെ ഗുഹയെക്കുറിച്ച്. പ്രാക്ടിക്കലിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ അന്തർമുഖിയായാണ് ഇരിക്കുന്നത്. പുറമേയുള്ള ശബ്ദങ്ങളൊന്നും തന്നെയില്ല. പുറം ലോകത്തെ വാർത്തകളില്ല. ലൗകികത്തിലെയോ അലൗകികത്തിലെയോ പുറം ലോകത്തെ വാർത്തകളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ നാലാമത്തെ ക്ലാസ് കേൾക്കാം. പ്രാക്ടിക്കലിൽ നിങ്ങളെല്ലാവരും അനുഭവികളാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രവൃത്തിയിലിരുന്നും നിവൃത്തരായിരിക്കുന്നവരാണ് അനുഭവികൾ. അതിനെ മറ്റൊരു ശബ്ദത്തിൽ ട്രസ്റ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഗീതം കേട്ടു. സബ് കുച്ച് കർ ദോ പ്രഭു കെ ഹവാലെ. എല്ലാം പ്രഭുവിൽ അർപ്പിച്ച് ചെയ്യും. ഇപ്പൊ നിങ്ങളെല്ലാവരുടെയും ബുദ്ധിയിലുണ്ട്, ഈ സമയം ഇവിടെ ആരാണിരിക്കുന്നത്? പ്രവൃത്തിയിലിരിക്കുന്നവരാണോ ഇവിടെ ഇരിക്കുന്നത്, അതോ പ്രവൃത്തിയിൽ നിന്ന് ഉപരി നിവൃത്തരായിരിക്കുന്നവരാണോ ഇവിടെ ഇരിക്കുന്നത്? ഇവരെ മറ്റൊരു ശബ്ദത്തിൽ ട്രസ്റ്റ് എന്ന് പറയാം. ട്രസ്റ്റ് എന്നതിന് പ്രാക്ടിക്കലിൽ വളരെ വലിയ അർത്ഥമുണ്ട്. जो अपने को प्रवृत्ति में रहते भी प्रवृत्ति के आकर्षणों से परे, പ്രവൃത്തിയിലിരുന്നും പ്രവൃത്തിയുടെ ആകർഷണങ്ങളിൽ നിന്ന് ഉപരിയായിരിക്കുന്നവരെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ സന്ദേശം ഇതാണ്. വാസ്തവത്തിൽ ഇപ്പോൾ സർവസംബന്ധവും ബാബ അങ്ങയോടൊപ്പമാണ്. സർവസംബന്ധവും ഒരു ബാബയോട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും പ്രാക്ടിക്കലിൽ ആകർഷണങ്ങളിൽ നിന്ന്
ഉപരിയായിരിക്കും. मिसला पहले तो हर एक खुद को देखे. ആദ്യം ഓരോരുത്തരും സ്വയത്തെ നോക്കൂ. സ്വയം സ്വയത്തോട് ചോദിക്കൂ, എൻ്റെ സൂക്ഷ്മാത്മ അഥവാ സൂക്ഷ്മബുദ്ധി അത് ഒരേയൊരു ബാബ अथवा सूक्ष्म बुद्धि में एक बाबा, मेरा बाबा, दूसरा न कोई. എൻ്റെ ബാബ. तो क्या मैं खुद ही രണ്ടാമതൊരാളില്ല. സ്വയം ऐसा സ്വയത്തെ अनुभव करते ഇങ്ങനെയുള്ള അനുഭവം ചെയ്ത് कि मैं खुद ഞാൻ आत्मा സ്വയം ആത്മ अथवा ബാബയിൽ അർപ്പണം ചെയ്തിട്ടുണ്ടോ? बाबा को ही अर्पण. അതായത് अर्पण का मतलब बहुत बड़ा है. पहला है कि मेरा सर्व संबंध അർപ്പണത്തിൻ്റെ അർത്ഥവും വളരെ വലുതാണ്. एक बाप टीचर ആദ്യത്തെ അർത്ഥം ഇതാണ്: എൻ്റെ സർവസംബന്ധവും ഒരച്ഛൻ, एक ही बाप ടീച്ചർ, സദ്ഗുരുവുമായാണ്. ഒരേ ഒരു ബാബ, शिक्षक टीचर है, एक ही सतगुरु है, दूसरा न कोई. ഒരേ ഒരു ടീച്ചർ, दूसरा संबंध ഒരേ ഒരു സദ്ഗുരുവാണ്. एक ही मेरा രണ്ടാമതൊരാളില്ല. मात है, രണ്ടാമത്തെ സംബന്ധം एक ആ ഒന്നു തന്നെയാണ് മാതാവ്, एक പിതാവ്, ही बंधु स्वामी सखा ബന്ധു, तथा സഖാവ്, संबंध एक में है. സ്വാമി. അതായത് സർവസംബന്ധവും ഒന്നിലാണ്. तीसरा जैसे कई बार बाबा कहते कि तुम सब मेरी सजनियां हो. മൂന്നാമത്തേതാണ്, പല പ്രാവശ്യം ബാബ പറഞ്ഞിട്ടുണ്ട്, ये आप हर നിങ്ങളെല്ലാവരും എൻ്റെ स्त्री उतरो. പ്രീതമകളാണ്. मैं ഇപ്പോൾ ഓരോരുത്തരും अपने स्त्री का സ്വയത്തോട് ചോദിക്കൂ, പടികളിറങ്ങൂ. ये सीढ़ी मैं पति हूँ, ഞാൻ എൻ്റെ मैं साजन हूँ, പ്രീതമയുടെ ये मेरी स्त्री है, പ്രീതമനാണെന്ന് മറക്കൂ. ये मेरी पत्नी है, ഞാൻ പതിയാണ്, मेरी स्त्री ഞാൻ पत्नी. പ്രീതമനാണ്, भूल जाओ ഇതെൻ്റെ പത്നിയാണ്. ഈ എൻ്റെ मैं खुद ही സ്ത്രീ, പത്നി ഇതെല്ലാം മറക്കൂ. प्यारे എന്തെന്നാൽ ഞാൻ रूहानी साजन की സ്വയം സ്നേഹിയായ अपनी आत्मा. ആത്മീയ പ്രീതമൻ്റെ मेरा പ്രീതമയായ ആത്മാവാണ്. बाप टीचर है तो एक ഒന്നു തന്നെയാണ് എൻ്റെ അച്ഛൻ, बाबा ടീച്ചർ. ബാബ തന്നെയാണ് എൻ്റെ परमेश्वर. പതി, कहते पति പരമേശ്വരൻ. है, परंतु आप लोग ये प्रैक्टिकल പതി പരമേശ്വരൻ എന്നാണ് പറയുന്നത്. पति परमेश्वर नहीं നിങ്ങളെല്ലാവരും बल्कि मैं खुद ഇത് പ്രാക്ടിക്കലിൽ പറയും, सजनी हूँ. ഞാൻ പതി പരമേശ്വരനല്ല, पति परमेश्वर പകരം ഞാൻ സ്വയം പ്രീതമയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ പതി പരമേശ്വരൻ ആരാണ്? मेरा ശിവബാബ. साजन है. ശിവബാബ തന്നെയാണ് എൻ്റെ പ്രീതമൻ. तो ये एक सीढ़ी उतरना प्रैक्टिकल में खुद से पूछो ഈ ഒരു बराबर कहाँ.
പടിയിറങ്ങുക. मैं खुद പ്രാക്ടിക്കലിൽ साजन हूँ സ്വയത്തോട് ചോദിക്കൂ, या मैं सजनी हूँ. ഞാൻ സ്വയം പ്രേതമനാണോ वो मेरा साजन है അല്ലെങ്കിൽ പ്രേതമയാണോ? जिसकी मैं सजनी हूँ. അതെൻ്റെ പ്രേതമനാണ്. अब ये अनुभव करना, ഞാൻ ആ പ്രേതമൻ്റെ मैं പ്രേതമയാണ്. पति हूँ. ഞാൻ പുരുഷൻ പതിയാണ്. इस संबंध ഈ സംബന്ധത്തെ ട്രാൻസ്ഫർ ചെയ്ത് ट्रांसफर कर ഞാൻ സ്വയം मैं ബാബയുടെ की सजनी. പ്രീതമയാണെന്ന इसका അനുഭവം मिसाल ചെയ്യണം. बाबा अनेक बार प्रैक्टिकल में मुरली में ഇതിൻ്റെ ഉദാഹരണം ബാബ ये एक ഒരുപാട് പ്രാവശ്യം बहुत बड़ी മുരളികളിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് जो हो വളരെ വലിയ बन जाओ सजनी. പരിവർത്തനത്തിൻ്റെ പടിയാണ്. वो ശിവബാബയാണ് പതി. बच्चों का ആ പതിയുടെ पर बन जाओ खुद छोटे പ്രീതമയായി മാറും. छोटे बच्चे को 2-4 കുട്ടികളുടെ അച്ഛനായിരിക്കാം, छोटे बच्चे പക്ഷേ സ്വയം तो ചെറിയ मैं കുട്ടിയായി മാറും. वो ചെറിയതിലും വെച്ച് ചെറിയ കുട്ടിയായി മാറും. ഞാൻ मैं तो छोटा बच्चा അച്ഛനാണ് എന്നത് മാറ്റി ഞാൻ ബാബയുടെ बाबा के ചെറിയ കുട്ടിയാണ് എന്ന് बाबा के സങ്കല്പിക്കും. बेटे हो. ഇതിനെയാണ് ബാബ 2 और 4 बच्चों के बाप ബേട്ട ബാബ, പുത്രനായ അച്ഛൻ എന്ന് പറയുന്നത്. അതിനാൽ ബാബയുടെ കുട്ടിയാണോ അതോ खुद को समझेंगे 2-4 കുട്ടികളുടെ അച്ഛനാണോ? मेरे बच्चे हैं ഈ ചോദ്യം ചോദിക്കണം. तो मेरे അഥവാ സ്വയം है ये आखिर അച്ഛനാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ममता मोह. ഇത് എൻ്റെ കുട്ടിയാണ്, इसलिए इसको എൻ്റെ മകനാണ്. आप लोग सब ഇത് വളരെ വലിയ ആകർഷണമാണ്, बुद्धि में पक्का हो. മോഹമാണ്. അതിനാൽ मैं बेटा हूँ ഇതിനെ നിങ്ങളെല്ലാവരും न कि मैं बाप. സ്വയത്തെ ये बुद्धि में रखना ബുദ്ധിയിൽ है, न कि जुबान में. ഈ പരിവർത്തനം ഉറപ്പിക്കൂ. ഞാൻ മകനാണ്, बाप है. ഞാൻ അച്ഛനല്ല. ഇക്കാര്യം ബുദ്ധിയിലാണ് വെക്കേണ്ടത്. दादा भी कहो परदादा भी कहो सब. ബുദ്ധിയിലുണ്ട് तो फिर എൻ്റേതൊരേ ഒരു അച്ഛൻ. और फिर അച്ഛനെന്ന് വിളിക്കാം, बच्चा हूँ चाहे ദാതാവെന്ന് വിളിക്കാം, उम्र के हो. എന്തു വേണമെങ്കിലും വിളിക്കാം. हूँ मैं बाबा എത്ര പ്രായമുണ്ടെങ്കിലും बच्चा. ഞാൻ ബാബയുടെ मैं बहुत കുട്ടിയാണ്. छोटा नहीं हूँ तो मोटा भी नहीं, बड़ा भी नहीं. ചെറുതുമല്ല, തടിച്ചതുമല്ല, तो फिर വലുതുമല്ല. बच्चा കുട്ടി അർത്ഥം ശ്രീമതത്തിലൂടെ आज्ञाकारी हो जाए. ആജ്ഞാകാരിയായി പോവുക. उसका नाम അവരെയാണ് കുട്ടി എന്ന് പറയുക. കുട്ടി അർത്ഥം बच्चा ചുവട് ചുവടുകളിൽ कदम कदम ബാബയുടെ ചുവടിൽ के कदम पर, जिसको श्रीमत कहते मर्यादा कहते. ഇതിനെ ശ്രീമതമെന്ന് പറയാം, അല്ലെങ്കിൽ മര്യാദ എന്ന് പറയാം. माना बाप के അതിലൂടെ നടക്കുക. आज्ञा को श्रीमत കുട്ടി അർത്ഥം कदम कदम पर ബാബയുടെ चलना. ശ്രീമതത്തിലൂടെ അല്ലെങ്കിൽ कदम में बाबा देगा पदम. ആജ്ഞയിലൂടെ ചുവട് ചുവട് വയ്ക്കുക. पदम बाप से लेना അങ്ങനെയെങ്കിൽ माना
बाबा के ഓരോ ചുവടിലും आज्ञा पर कदम ബാബ കോടികൾ നൽകും. ऐसे കോടികൾ ബാബയിൽ നിന്ന് कदम എടുക്കുക चलने അർത്ഥം वाले ही ബാബയുടെ ഓരോ ആജ്ഞയിലൂടെയും पद्मा ചുവട് पदम വയ്ക്കുക. भाग्यशाली गाय ഇങ്ങനെ माने ചുവട് വയ്ക്കുന്നവരെയാണ് കോടി മടങ്ങ് ഭാഗ്യശാലി എന്ന് श्रीमत पर മഹിമ പാടുന്നത്. कदम അതിനാൽ നിങ്ങളെല്ലാവരും ശ്രീമതത്തിലൂടെ ज्यादा आप ചുവട് വയ്ക്കൂ. അങ്ങനെയാണെങ്കിൽ सौभाग्य ശ്രീമതത്തിൻ്റെ മര്യാദ നിങ്ങൾക്ക് കോടികൾ നൽകും, സൗഭാഗ്യശാലിയായി മാറും. മൂന്നാമത്തേത്, एक परिवार ഒരു കുടുംബത്തിൽ मेरा परिवार परिवार में सब आते बच्चे बच्चियां बहू पोता दोता सब आता है എൻ്റെ കുടുംബം, കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിരിക്കും. तो फिर ആൺകുട്ടികൾ, പെൺകുട്ടികൾ, മരുമകൾ, മരുമകൻ, എല്ലാവരും ഉണ്ടായിരിക്കും. बाबा के बच्चे നിങ്ങളെല്ലാവരും आए हो, ബാബയുടെ കുട്ടികളാണ്. ये प्रैक्टिकली ഇക്കാര്യം पक्का अनुभव करके जाने का പ്രാക്ടിക്കലിൽ ഉറപ്പിച്ചിട്ട് പോകണം. कि हम प्रवृत्ति वाले नहीं ഞങ്ങൾ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ കുടുംബത്തിലിരിക്കുന്നവരല്ല, परंतु प्रवृत्तियों എന്നാൽ से परे പ്രവൃത്തിയിൽ നിന്ന് ഉപരി निवृत्त हूँ നിവൃത്തരാണ്. अर्थात मैं ഞാൻ अकेला आत्मा बाबा का हूँ ആത്മാവാണ്, ബാബയുടേതാണ്. अकेला बाबा ഞാൻ ഒറ്റയ്ക്കാണ്, एक अकेला ബാബയുടേതാണ്. ഞാൻ തനിച്ച് ആത്മാ ബാബയുടേതാണ്. ഞാൻ ये मेरे ഒരേ ഒരു ബാബയുടേതാണെങ്കിൽ ഒരേ ഒരു ബാബ ബാബ എന്ന് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഇതെൻ്റെ കുട്ടിയാണ് എന്ന तो आप सब पहला മോഹം वो प्रैक्टिकली ബുദ്ധിയിൽ നിന്ന് വിട്ടകലും. गीता നിങ്ങളെല്ലാവരും പ്രാക്ടിക്കലിൽ ഗീതയുടെ ഭഗവാനിൽ നിന്ന് भगवान से സത്യമായ गीता ഗീതയുടെ പാഠം പഠിച്ച്, അതായത് नष्टो मोहा നഷ്ടോ മോഹ സ്മൃതി ലബ്ധ ആകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. यही सच्ची ഇതാണ് ഗീതയിലെ സത്യമായ ശ്ലോകം. ഗീത എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്? നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ. അതിനാൽ എല്ലാവരും ആദ്യം തൻ്റെ ചാർട്ടിൽ सब पहले ഈ ചെക്കിംഗ് ചെയ്യൂ. എൻ്റെ കുടുംബത്തിൽ, चेक करो ഇനി അത് ആൺകുട്ടി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പെൺകുട്ടി ആയിക്കൊള്ളട്ടെ, പത്നി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മരുമകളായിക്കൊള്ളട്ടെ, ചൈതന്യത്തിൽ ഞാൻ നഷ്ടോ മോഹ ആണോ? പിന്നീടാണ് बहू है പ്രോപ്പർട്ടി ഓർമ്മയിലേക്ക് വരിക. അതിനാൽ ആദ്യം में मैं ഒരു ബാബയുമായാണ് എൻ്റെ സർവസംബന്ധവും. पीछे आएंगी ബാബയുമായി എനിക്ക് പ്രാക്ടിക്കലിൽ परंतु पहले എത്ര സ്നേഹമുണ്ട്, എത്രത്തോളം ബാബയോട് സ്നേഹമുണ്ടോ അത്രയും ബാബയുമായി സർവസംബന്ധങ്ങളും ഉണ്ടായിരിക്കും. संबंध है എത്രത്തോളം ബാബയോട് സ്നേഹമുണ്ടോ मेरा അത്രത്തോളം कली നിശ്ചയബുദ്ധി വിജയന്തിയായി മാറും. प्यार है അതിനാൽ ബാബയോട് സ്നേഹം അർത്ഥം जितना जितना സർവസംബന്ധവും लव होगा ഒരു ബാബയിൽ കാണുക. उतना സർവസംബന്ധവും ഒരു ബാബയിൽ കാണുമ്പോൾ सब
ഇങ്ങനെയുള്ള ബാബയുമായി സ്നേഹം വയ്ക്കുന്നവർ बाबा से लव होगा നിശ്ചയബുദ്ധി വിജയന്തിയാകുന്നു. निश्चय बुद्धि विजयंती बने. മായയെ ജയിക്കുന്നതിൻ്റെ तो बाबा പ്രാക്ടിക്കൽ അനുഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ सर्व संबंध ആദ്യം വേണ്ടത് ബാബയോട് സർവസംബന്ധങ്ങളിലുമുള്ള सर्व संबंध एक बाप സ്നേഹമാണ്. देंगे. ഒരു ബാബയോട് സ്നേഹം വയ്ക്കുകയാണെങ്കിൽ से लव रखने वाले ബാബയിൽ നിന്ന് സർവസംബന്ധങ്ങളുടെയും സ്നേഹം ലഭിക്കും. ഇതിനെക്കുറിച്ചാണ് ബാബ പറയുന്നത്. ഇങ്ങനെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലൗലീൻ അവസ്ഥയിലിരിക്കുന്നവർക്ക് ഓർമ്മയുടെ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. യുദ്ധം ചെയ്യേണ്ടതായി വരില്ല, പരിശ്രമിക്കേണ്ടതായും വരില്ല. അമൃതവേളയിൽ കണ്ണുകൾ തുറക്കുമ്പോൾ തന്നെ അവർക്ക് ബാബ തന്നെ മുന്നിൽ കാണപ്പെടും. ബാബയെ കൂടാതെ അവരുടെ കണ്ണുകളിൽ മറ്റൊന്നും കാണപ്പെടില്ല. കണ്ണുകളിൽ ബാബയെ കാണും. നോക്കും ബാബ. കണ്ണു തുറക്കുമ്പോൾ തന്നെ ബാബയെ കാണും. ഇനി മുറിയിലിരുന്നോട്ടെ, എവിടെ വേണമെങ്കിലും ഇരുന്നോട്ടെ, അവർക്ക് യോഗം വെക്കേണ്ട പരിശ്രമമില്ല. പക്ഷേ എവിടെ സ്നേഹമുണ്ടോ അവിടേക്ക് സ്വാഭാവികമായും ബുദ്ധി പോകും. എവിടേക്ക് സ്വാഭാവികമായി ബുദ്ധി പോകുന്നുണ്ടോ അവിടെ യോഗം വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ യോഗി തു ആത്മാവായി മാറി ബാബയെ അനേകം രൂപങ്ങളിൽ കാണും. ഏതെങ്കിലും രൂപത്തിൽ ബാബയെ കാണും. പിന്നെ സ്വയം തോന്നും, എൻ്റെ സ്ഥിതി ഇങ്ങനെയുള്ള ആത്മീയ ഫരിസ്ത സ്ഥിതിയാക്കി മാറ്റണം. ഫരിസ്ത സ്ഥിതിയിൽ ഒരു പ്രകാരത്തിലുമുള്ള മായയുമില്ല. ഫരിസ്ത സ്ഥിതി അവ്യക്ത സ്ഥിതി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സഹജമായി മായയെ ജയിക്കുന്നവരായി മാറും. ഇത് അമൃതവേളയിലാണ് ഉണ്ടാകുന്നത്. ഫരിസ്ത അർത്ഥം ഒരു ദേഹധാരിയോടും റിഷ്ത, അതായത് ബന്ധമില്ലാത്തവർ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പ്രവൃത്തിയിലിരിക്കുന്നവർ എങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കൂ. ഞാൻ ഗൃഹസ്ഥയാണെന്ന് മറക്കൂ. പിന്നെ ഞാൻ ട്രസ്റ്റിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതും മറക്കൂ. പിന്നെ എന്തു പറയും? ഞാൻ ബാബയുടെ കുട്ടിയാണ്, എനിക്ക് ഈ ദേഹ അഭിമാനത്തിൽ നിന്നും ഉപരിയായി ദേഹി അഭിമാനിയായി മാറണം. ദേഹി അഭിമാനിയായി മാറണമെങ്കിൽ എനിക്ക് എൻ്റെ സ്ഥിതി എന്താക്കി മാറ്റണം? ഫരിസ്ത സ്ഥിതി. ഇതിന് ബാബ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഫരിസ്തയ്ക്ക്
സ്വന്തം ദേഹത്തോടും ആകർഷണമുണ്ടായിരിക്കില്ല. लेकिन जहाँ लव होता है മറ്റു ദേഹധാരികളോടും ആകർഷണം ഉണ്ടായിരിക്കില്ല. बुद्धि जाती है। ഇങ്ങനെയുള്ള സ്ഥിതി जहाँ ऑटोमेटिकली बुद्धि जाएगी ഉണ്ടാക്കിയെടുക്കുന്നവർക്കാണ് वहाँ योग लगाना नहीं पड़ेगा, പറക്കുന്ന കലയിൽ लेकिन योग പറക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് अनेक സഹജമായി നഷ്ടോ മോഹ ആയി മാറാൻ സാധിക്കുന്നത്. चाहे कभी ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാക്കിയെടുത്ത് और जो ഒന്നുകൂടി മുന്നോട്ട് പോകൂ. അഥവാ നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ और ഉണ്ടാക്കുമെന്നല്ല, ഉണ്ടാക്കിയെടുക്കണം. ഈ ഭട്ടിയിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ അഭ്യാസം ചെയ്യും. मुझे अपनी स्थिति നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ऐसी रूहानी ഫരിസ്ത ഫരിസ്ത ഫരിസ്ത, അഥവാ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, പരിശ്രമമുണ്ട്, അഥവാ സർവ ആകർഷണങ്ങളിൽ നിന്നുപരി माया നഷ്ടോമോഹ ആകണമെന്നുണ്ടെങ്കിൽ सहज माया അതിനുള്ള ആദ്യത്തെ സ്ഥിതിയാണ് अगर खुद को फरिश्ता ഫരിസ്തയായി മാറുന്നതിലൂടെ अव्यक्त स्थिति बनाएगी സർവബന്ധനങ്ങളിൽ നിന്നും മുക്തം. और वो बनेगी सवेरे ഈ അഭ്യാസം ചെയ്യണം. फिर कहा ഏതഭ്യാസം? प्रसाद किसी भी देहधारी से ഇതിന് ആദ്യത്തെ ത്യാഗം വേണ്ടത് ദേഹ അഭിമാനത്തിൻ്റെതാണ്. कहा है ദേഹ അഭിമാനം प्रवृत्ति वालों की ഇത് ഏറ്റവും വലിയതിലും വലിയ कि मैं ग्रह സബ്ജക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പുരുഷാർത്ഥം എന്ന് പറയാം. पे कहते मैं तो ट्रस्टी हूँ, मैं कहते उसको भी ദേഹാഭിമാനം तो कहेंगे क्या പല പ്രകാരത്തിൽ नहीं मैं बाबा का താഴേക്ക് കൊണ്ടുവരുന്നു, बच्चा താഴേക്ക് വീഴ്ത്തുന്നു. इस देह अपमान അതിനാൽ ദേഹ്യഭിമാനിയായി മാറൂ, നിരഹങ്കാരിയായി മാറൂ, देह अपमान से भी परे देही നിരാകാരിയായി മാറൂ, നിർവികാരിയായി മാറൂ. अभिमानी बनना है तो मुझे ഈ 3 മഹാമന്ത്രം ദിവസവും അഥവാ ഓർമ്മിക്കുകയാണെങ്കിൽ कहा क्या बना ദേഹ്യഭിമാനിയായി മാറാൻ സാധിക്കും. जिसका बाबा അതിനാൽ ബാബയ്ക്ക് സമാനം फरिश्ते को न നിരഹങ്കാരിയായി മാറാൻ വേണ്ടി പരിശ്രമിക്കണം. न कोई और देहधारी होगा നിരഹങ്കാരിക്കാണ് നിർമ്മാണ കാര്യങ്ങൾ, അതായത് കൺസ്ട്രക്റ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. നിരഹങ്കാരിയാകാത്തിടത്തോളം നിർമ്മാണ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. ഇതിനു വേണ്ടി പിന്നീട് പുരുഷാർത്ഥം ചെയ്യണം. നമ്മളിപ്പോൾ സ്വയം ഫരിസ്തയായി മാറുന്നുവോ, യാതൊരു ബന്ധനവുമില്ലാത്തവരായി മാറുന്നുവോ, പിന്നീട് സ്വയത്തോട് ചോദിക്കണം, എൻ്റെ സർവകർമ്മബന്ധനവും, അതായത് നല്ല രീതിയിൽ എന്നെ ബന്ധിച്ചിട്ടുള്ള സർവബന്ധനങ്ങളിൽ നിന്നും ഞാൻ എത്രത്തോളം മുക്തമായി? ഞാൻ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണോ, അതോ ഞാൻ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമായോ? तो
കർമ്മത്തിൻ്റെ കാര്യം വിടൂ. अगर पुरुषार्थ അഥവാ നമ്മുടെ ബുദ്ധി मेहनत है, കർമ്മബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ सर्व आकर्षणों से ബാബയുമായി ബുദ്ധിയോഗം ഉണ്ടായിരിക്കില്ല. ബുദ്ധിയോഗം ബാബയിലില്ല എങ്കിൽ പിന്നീട് बनो तो അതേന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തേത്, जिसके लिए സ്നേഹത്തോടെ സർവസംബന്ധവും ബാബയിൽ വെക്കാനും സാധിക്കില്ല. ये अपनी प्रैक्टिस അതുമില്ലെങ്കിൽ പിന്നെ അതേന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവമേ ഉണ്ടായിരിക്കില്ല. किसकी ബന്ധനമുള്ള സമയത്ത് പിന്നീട് പുരുഷാർത്ഥം ചെയ്യുമ്പോൾ നമ്മൾ സഹജയോഗി സന്യാസിമാരാണ്. दे अब ഒരുമിച്ചിരുന്നു കൊണ്ടും बड़ी सूक्ष्म ഒരുമിച്ച് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നമ്മൾ ത്യാഗികളാണ്, തപസ്വിയാണ്, സന്യാസി കൂടിയാണ്. दे अब मान അഥവാ സഹജയോഗി അല്ല എന്നുണ്ടെങ്കിൽ नीचे लाता, പിന്നെ ത്യാഗിയുമല്ല, തപസ്വിയുമല്ല. इसलिए പിന്നീട് യോഗത്തിലിരിക്കുന്ന സമയത്ത് പല പ്രകാരത്തിലുള്ള സങ്കല്പ വികൽപ്പങ്ങൾ നിങ്ങളെ ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുവരും. निराकार പിന്നീട് നിങ്ങൾക്ക് സഹജയോഗിയായി മാറാൻ കഴിയില്ല. बनो, ये तीनों ഒരു ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കില്ല. പിന്നീട് പല പ്രകാരത്തിലുള്ള സങ്കല്പ വികൽപ്പങ്ങൾ നടക്കും. तब ही യോഗത്തിൽ അഥവാ സങ്കല്പ വികൽപ്പങ്ങൾ നടക്കുകയാണെങ്കിൽ പിന്നീട് പറയും ഫരിസ്ത സ്ഥിതിയില്ല. इसलिए പിന്നീട് എപ്പോ കർമാതീതമായി മാറും, करनी है പിന്നീട് കർമ്മബന്ധനത്തിൽ അകപ്പെട്ടവരായി മാറും. അതിനാൽ നിങ്ങൾക്ക് मान रहे ഉയർന്നതിലും ഉയർന്ന ബാബയ്ക്ക് സമാനമായി മാറണമെന്നുണ്ടെങ്കിൽ निर्माण का ബാബ സ്വയം ഉദാഹരണമായി മാറി जब കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ടും പ്രാക്ടിക്കലിൽ ചുവടുകളിൽ നഷ്ടോ മോഹ ആയി കാണിച്ചു. और इसके लिए ഇതും പ്രാക്ടിക്കലിൽ കണ്ടു. फिर पुरुषार्थ ബാബയുടെ ബുദ്ധിയിൽ ഒരു ശിവബാബയല്ലാതെ മറ്റൊന്നു തന്നെ ഉണ്ടായിരുന്നില്ല. अपने को എല്ലാവരെയും വളരെ നന്നായി സ്നേഹിക്കും. रिश्ता नहीं, എല്ലാവരും എൻ്റെ ബാബ എന്ന് പറയും. फिर खुद से पूछना है എല്ലാവർക്കും ഇങ്ങനെ തോന്നും, कि मेरे सर्व का എന്നെ സ്നേഹിക്കുന്നത് പോലെ ബാബ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. सर्व പക്ഷേ ശരിയായ കാര്യം എന്താണ്? धन बहुत बांधे हुए ബാബ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. പക്ഷേ मैं സ്നേഹിയായി ഇരുന്ന് സ്നേഹം കൊടുത്തിട്ടും അതിവേറിട്ട में फंसा हुआ हूँ, വേറിട്ട സ്ഥിതിയുടെ അനുഭവം ബാബ ചെയ്തു. बंधनों से मुक्त നിങ്ങളിവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ആദ്യം പ്രാക്ടിക്കലിൽ अगर ഈ സ്ഥിതി അനുഭവം ചെയ്യൂ. रहेंगे बुद्धि बुद्धि ഗൃഹസ്ഥയാണെന്നത് മറക്കൂ. अगर बुद्धि हमारी മറക്കുക അർത്ഥം कर्म बंधन വീടുപേക്ഷിക്കുക എന്നതല്ല. खींच പക്ഷേ നമ്മൾ ബാബയുടെ സ്നേഹിയും तो बुद्धि വേറിട്ടതും बाबा ആയ കുട്ടികളായിരിക്കുക. കേവലം ട്രസ്റ്റ് എന്നല്ല പറയുന്നത്, अगर बुद्धि योग ട്രസ്റ്റയാണ്. സർവരും ബാബയുടെ കുട്ടികളാണ്. तो യോഗിയായി മാറൂ, जो തപസ്വിയായി മാറൂ. सुख ടൈറ്റിൽ തന്നെ ഇതാണ്, താമരപുഷ്പ സമാനം വേറിട്ടവർ. दूसरा പൂവ് എത്രത്തോളം സുന്ദരമാണ്, जो ആകർഷണമുള്ളതാണ്. मंद में बाबा പക്ഷെ അതെത്ര വേറിട്ടിരിക്കുന്നു. वो भी नहीं हो, നിങ്ങളെല്ലാവരും ഈ അഭ്യാസം ചെയ്യൂ. ഞാൻ ഗൃഹസ്ഥയാണ്, वो भी नहीं होगा तो तेरे ഞാൻ ഗൃഹസ്ഥയാണ്. मजा भी नहीं। പക്ഷേ ഈ യോഗ ഭട്ടിയിൽ നമ്മൾ ഗൃഹസ്ഥയല്ല, ഗൃഹസ്ഥയല്ല, ഗൃഹസ്ഥയല്ല. वो പിന്നെ നമ്മൾ എന്തായി മാറും?
ട്രസ്റ്റി फिर जो ട്രസ്റ്റി पुरुषार्थ യോഗി करते हैं, യോഗി. നിങ്ങൾ രാവിലെ മുതൽ എന്തെല്ലാം കേട്ടു? ഇനി ഈ ഒരു ലക്ഷ്യം വയ്ക്കൂ. ലക്ഷ്യത്തിലൂടെ ലക്ഷണമുണ്ടാകും. ഇതിലൂടെ ഓട്ടോമാറ്റിക്കലി ഏതൊരു സംസ്കാരമായിക്കൊള്ളട്ടെ, योगी संन्यास ആസുരീയമാകട്ടെ ദൈവികമാകട്ടെ, जो അത് സ്വാഭാവികമായും साथ रह പരിവർത്തനപ്പെടും. അതിനാൽ നിങ്ങളെല്ലാവരും सब कुछ कर्म कर സംസ്കാര പരിവർത്തനത്തിൻ്റെ ഭട്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പരിവർത്തനത്തിൻ്റെ ഈ ഭട്ടിയുടെ ഫലമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ശക്തിശാലിയായ തപസ്യ ചെയ്യണം. अगर सहज योगी ഓട്ടോമാറ്റിക്കലി സംസ്കാരം तो റിയലൈസ് ആകും, त्यागी हो, പരിവർത്തനപ്പെടുകയും ചെയ്യും. പിന്നീട് ബാബ പ്രാക്ടിക്കലിൽ കാണിച്ചിട്ടുണ്ട്. ബാബ എങ്ങനെ നിരഹങ്കാരിയായിരുന്നു, तो कई संकल्प विकल्प आप ത്യാഗി തപസ്യയായിരുന്ന് मान में लाएंगे, രാത്രി മുതൽ തപസ്യ ചെയ്യാൻ പഠിപ്പിച്ചു. फिर आप सहज योगी तो हुई. एक बाबा വിശ്വകിഷോർ ഭാവും പിന്നീടത് ഫോളോ ചെയ്തിരുന്നു. संकल्प विकल्प ബാബ പറയുമായിരുന്നു, ഇത്രയും വലിയ കുടുംബത്തിൻ്റെ चले तो फिर कहती फरिश्ता ഗൃഹസ്ഥത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ബാബയ്ക്ക്. फिर कर्मातीत कब बने थे, ബാബയ്ക്കും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവല്ലോ. എന്നിട്ടും इसलिए अगर സദാ ബാബയെ എങ്ങനെയാണ് കണ്ടത്? ऊंचे ते ऊंचा बाप समान बनना ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ്. का अपना उदाहरण के सामने നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും गली कदम कदम में दिखाया नष्टो मोहा എത്രത്തോളം ലൈറ്റ് ഹൗസ് അത്രത്തോളം മൈറ്റ് ഹൗസ്. और ये भी प्रैक्टिकल देखा कि ഇതാണ് ബാബ ചുവടുകളിൽ एक बाबा स्वयं कोई പ്രാക്ടിക്കലിൽ ചെയ്ത് കാണിച്ചത്. सबको अति प्यार करेगा. പിന്നീട് നിങ്ങളുടെ ശരീരം, മനസ്സ്, ധനം हर एक लगता मेरे जितना बाबा और किसको प्यार नहीं करता, परंतु മനസ്സ വാച കർമ്മണ बाबा करता है. എല്ലാം ഇങ്ങനെ അനുഭവപ്പെടും. നിങ്ങൾ ബാബയുടെ अति न्यारा 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 बाबा. യോഗി തു ആത്മാവാണ്. तो आप यहाँ सब आए हो, पहले प्रैक्टिकल ജ്ഞാനി തു ആത്മാവായ കുട്ടിയാണ്. हम गृहस्थी सब भूल जाओ माना घर बार तो എല്ലാവരേക്കാളും സ്നേഹിയാണ്. बाबा की प्यारे प्यारी എല്ലാവരേക്കാളും सिर्फ ट्रस्ट. ത്യാഗിയുമാണ്. फिर नेक्स्ट स्टेज ट्रस्ट, पर फर्स्ट स्टेज है सब बाबा പിന്നീട് കുടുംബത്തിലും के സ്നേഹിയായിരിക്കും. योगी बनो, तपस्वी बनो. ബാബ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, വീടെല്ലാം ഉപേക്ഷിച്ച് फूल कितना सुंदर आपको मन करता है,
വന്ന് മധുബനിൽ വന്നിരിക്കൂ. പകരം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, तो आप सभी തൻ്റെ ജോലി ये प्रैक्टिस ഏറ്റവും നല്ല രീതിയിൽ ചെയ്യൂ. योग पट्टी में हम എവിടെയിരുന്നാലും गृहस्थी नहीं, ഏറ്റവും നല്ല രീതിയിൽ तो क्या हुए, हम തൻ്റെ പ്രവൃത്തിയെ സംരക്ഷിക്കൂ. आप अपना എന്നാൽ ബുദ്ധിയിൽ ഈ 2 ശബ്ദങ്ങൾ ഓർമ്മയിൽ വയ്ക്കൂ. जो सब सुनो, ये लक्ष्य रखो, तो लक्ष्य से ആദ്യത്തേത്, ഞാൻ മധുരമായ ബാബയുടെ ऑटोमेटिकली जो कोई भी മധുരമായ കുട്ടിയാണ്. आखिरी कहो, ये अवमान के कहो, वे ബാബ ദിവസവും ആദ്യം അഭിസംബോധന ചെയ്യുന്നത്, तो आप यहाँ आए ही हो संस्कार परिवर्तन, മീഠേ മീഠേ ബച്ചേ, മധുര മധുരമായ കുട്ടികളെ എന്നാണ്. फल है आप ऐसी शक्तिशाली 5-6 പ്രാവശ്യമെങ്കിലും क्या करना, മീട്ടേ മീട്ടേ ബച്ചേ എന്ന് ബാബ പറയാത്ത संस्कार रियलाइज हो ഏതെങ്കിലും മുരളിയുണ്ടോ? और परिवर्तन അങ്ങനെ ഏതെങ്കിലും മുരളിയുണ്ടോ? ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും മുരളി? दिखाएगा कि कैसे बाबा ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ബാബ നമുക്ക് വരദാനം നൽകുന്നു. त्यागी तपस्वी रात से लेकर तपस्या നമ്മളിതിനെ വരദാനമായി കണക്കാക്കുന്നു. जिसको फॉलो फिर हमारे बाऊ विश्व किशोर भी മീഠേ മീഠേ ബച്ചേ, മധുര മധുരമായ കുട്ടികളെ. कितनी बड़ी परिवार പിന്നീട് അവസാനവും പറയും, है, अगर जिम्मेदारी तो है ना बाबा, മീഠേ മീഠേ സിക്കിലതേ ബച്ചേ. सदाएं क्या बाबा ने कहा, लाई മധുര മധുരമായ आई കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികളെ. फिरे देखे बैठे ഇങ്ങനെ പറയാറില്ലേ മുരളിയിൽ? जितना नहीं ആദ്യം പറയും മീട്ടേ ബച്ചേ, तो ये हमारे को बाबा മധുരമായ കുട്ടികളെ. അവസാനം പറയും മീട്ടേ മീട്ടേ സിക്കിലതേ ബച്ചേ. तो फिर आपका तन മധുര മധുരമായ കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികളെ. कर्मरा सब ऐसे लगेंगे ഈ വരദാനം कि आप बाबा ബാബ ദിവസവും കുട്ടികൾക്ക് നൽകുന്നുണ്ട്. आत्मा है, ज्ञानी तू आत्मा है, ഇത് നമ്മൾക്ക് എല്ലാവർക്കുമുള്ള വരദാനമാണ്. प्यारे भी सबके हो, और फिर പിന്നീട് ഈ വരദാനത്തെ നോക്കി और फिर परिवार को भी മറ്റുള്ളവരുടെയും प्यारे रहे ഓർമ്മയുണർത്തണം, ശ്രദ്ധയുണർത്തണം. न മീട്ടേ മീട്ടേ ബച്ചേ. बाबा ने हमें कोई वैराग आए घर बार छोड़ മധുരമായ വാക്കുകൾ പറയൂ, न घर बार छोड़ മധുരമായ പെരുമാറ്റം കാണിക്കൂ. परंतु അന്തിമത്തിൽ अपना अच्छे से अच्छा धंधा करो, अच्छे से ബാബ പറയും भले यहाँ तक മീട്ടി ടോളി ഖാവോ. को साधन है
മധുരമായ ടോളി കഴിക്കൂ. चलाओ। ദിവസവും കഴിപ്പിക്കാറില്ലേ? ये बुद्धि में दो शब्द याद, അതിനാൽ നമുക്ക് ഇങ്ങനെയുള്ള മധുരമായ ബാബയുടെ मैं मीठे ടോള് बाबा പുട്ട്, का സിന്ധി ഭാഷയാണിത്. ടോൾ പുട്ട് സിന്ധി ശബ്ദമാണ്. ടോൾ പുട്ട് അർത്ഥം पहला മധുരമായ പുത്രൻ. मीठे मीठे। അതിനാൽ ബാബ നമ്മളെ कोई ऐसी मुरली है जिसमें बाबा മധുരമായി ഇരിക്കുന്നതിനുള്ള വരദാനം നൽകി മധുരമായ ടോളി കഴിപ്പിക്കുകയാണ്. तो पहला बाबा मुलाकात അതിനാൽ നിങ്ങളെല്ലാവരും देता हम इसको ബാബയുടെ മുരളിയിലെ ഈ വരദാനം मीठे बच्चे। ദിവസവും രാവിലെ मीठे मीठे सिक्की लगे बच्चे। കേൾക്കൂ, കൂടാതെ ഓർമ്മിക്കൂ. पहला कहेगा मीठे बच्चे, लास्ट में പ്രാക്ടിക്കലിൽ നമ്മൾ മധുരമായ കുട്ടികളാണ്. लगे। ये वरदान रोज ഇതോർമ്മിക്കൂ. കേട്ടോ എല്ലാവരും? ये वरदान है। പിന്നീട് പറയും, ഞങ്ങൾക്ക് ദേഷ്യപ്പെടണ്ട. इसी वरदान को देख हमें हर एक ഈ കാര്യം ചെയ്യരുത്. പ്രാക്ടീസ് ചെയ്യൂ. നമുക്ക് മധുരമായിട്ടിരിക്കണം. मीठा बोल, മധുരമായിട്ടിരിക്കുക അർത്ഥം എന്താണ്? मीठा व्यवहार, മധുരമായിട്ടിരിക്കുക അർത്ഥം और फिर लास्ट में बाबा मीठे बच्चे ഓട്ടോമാറ്റിക്കലി ദേഷ്യം ഇല്ലാതാകുക. रहता है रोज। तो फिर ഞാൻ ദേഷ്യപ്പെടില്ല. बाबा के ഇങ്ങനെ പറയരുത്. टोल पुट माना समझा, सिंधी शब्द है। എത്ര പറയുന്നോ അത്രത്തോളം ദേഷ്യപ്പെടും. എന്നാൽ എനിക്ക് മധുരമായ ബാബയുടെ മധുരമായ സ്നേഹിയായ तो बाबा താമരപുഷ്പത്തിന് സമാനം ദേവതയായി മാറണം. रहने का देके और फिर मीठा मीठा എങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ, सभी കുടുംബത്തിൽ, ये बाबा के സമൂഹത്തിൽ, वरदान रोज सवेरे सवेरे രാഷ്ട്രത്തിൽ മധുരമായിരിക്കും. और प्रैक्टिकल में हम मीठे मीठे बच्चे സ്നേഹിയായിരിക്കും. के याद കൂടാതെ ട്രസ്റ്റിയായും ഇരിക്കും. सुना। तो फिर ये कहते हमें गुस्सा नहीं करना है। സ്വാഭാവികമായും നിങ്ങളുടെ സമ്പത്തും വ്യർത്ഥമായി പോകുന്നതിന് പകരം ബാബയുടെ അലൗകിക സേവനത്തിൽ ना माना സഫലമായി കൊണ്ടിരിക്കും. गुस्सा खत्म हो। मैं गुस्सा नहीं പിന്നീട് करूँगा। എൻ്റേതെന്ന മോഹം कहता है जितना कहेंगे അതില്ലാതാകും. नहीं, मुझे तो बाप मीठे बाबा के मीठे പിന്നീട് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള അനുഭവം ചെയ്യും. देवता बनना। तो ऑटोमेटिक നമ്മൾ ആ ബാബയുടെ आप अपने കൽപ്പം മുൻപത്തെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നവരായ देश में मीठे रहेंगे, प्यारे रहेंगे और ഗോപികമാരാണ്. ഗോപികമാരാണ്, പാണ്ഡവരാണ്. संपूर्ण
വളരെ സഹജമാണ്. സ്വയം ഗോപഗോപികമാരാണ് എന്ന് വിചാരിക്കുമ്പോൾ സ്വാഭാവികമായും ആ സുഖത്തിൻ്റെ അനുഭവമുണ്ടാകും. बाबा के अलौकिक सेवाओं में മായയോട് വിജയിക്കുന്ന മഹാവീരൻ പാണ്ഡവരാണ്. जो मेरे की ममता है, പിന്നീട് പരമാത്മാവിന് പാണ്ഡവരെക്കാൾ പ്രിയപ്പെട്ടവരായി മറ്റാരും തന്നെ ഇല്ല. करेंगे हम तो वो ही പിന്നീട് സഹജമായി തന്നെ സംസ്കാരം പരിവർത്തനപ്പെടും. अतीन्द्रिय सुख का അതിനാൽ തൻ്റെ ചാർട്ടും വയ്ക്കൂ. കൂടാതെ ഇത് ചെക്ക് ചെയ്യൂ. ഈ ആഴ്ചയിൽ गोप हो गया मांड ശരിക്കും 24 മണിക്കൂറും വിശ്രമിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ. എന്നാൽ में दी अति सुख എത്ര സമയം നമ്മൾ ഈ സ്മൃതിയിൽ യോഗി എന്ന് പറയാം, അല്ലെങ്കിൽ ഫരിസ്ത എന്ന് പറയാം, और ഈ സ്ഥിതിയിലിരിക്കൂ. ഈ സ്ഥിതി ഇത്രത്തോളം ശക്തിശാലിയാക്കി മാറ്റൂ. फिर पांडवों में ബാറ്ററി ഇത്രയും ഫുൾ ചാർജാകും. ഈ സ്ഥിതി ശാശ്വതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകൂ. तो फिर ഇങ്ങനെയല്ല ഇവിടെ വന്നു, ബാബയുടെ സംഘടനയിൽ വന്നു, വളരെ നല്ലതാണ്. അങ്ങനെയല്ല, ഇവിടെ നിന്ന് ട്രെയിനിൽ പോയി ഓം ശാന്തി എല്ലാം കഴിഞ്ഞു. और ये चेक करो അങ്ങനെയാവരുത്. നിങ്ങൾ ഇത്രയും സമയമെടുത്തിട്ടല്ലേ ഇവിടേക്ക് വന്നിട്ടുള്ളത്. എല്ലാ ദാദിമാരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, परंतु कितना समय ദാദിക്ക് ഇത്രയും ദേശവിദേശങ്ങളിലുള്ള സേവനത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. चाहे योगी कहो चाहे फरिश्ता നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. और ये स्थिति ഉത്തരവാദി, റെസ്പോൺസിബിൾ बनाए जाओ ഒരാളാണ്. നമ്മളാരും ഉത്തരവാദികളല്ല, റെസ്പോൺസിബിൾ അല്ല. तो वहाँ भी ये स्थिति അദ്ദേഹമാണ് റെസ്പോൺസിബിൾ. बनाए जाओ ऐसे नहीं यहाँ तो നമ്മൾ बाबा के संगत ആ ബാബയുടെ ആജ്ഞയിലൂടെ സേവനം ചെയ്യുന്നു. ओम शांति बेरा पार അതുകൊണ്ട് സേവനത്തിൽ ആനന്ദമുണ്ട്. ചിന്തയില്ലാത്ത ചക്രവർത്തിയുമാണ്. ഒരു പ്രകാരത്തിലുള്ള ചിന്തയുമില്ല. और सब दादियाँ भी आप लोगों को രാത്രിയായി കഴിഞ്ഞു, ഉറങ്ങി. ഹലോ ബാബ, ഗുഡ് നൈറ്റ്. मेरा ഗുഡ് നൈറ്റ്. अक्षर का अनुभव ही ये है मैं पर्सनल രാവിലെ ഉണർന്നു. ഹലോ ബാബ, दादी के ഗുഡ് മോർണിംഗ്. कितने देश विदेश यज्ञ की जिम्मेदारी है മുരളി കേട്ടു, പഠിച്ചു. ബാക്കി ഒരു കാര്യത്തിലും യാതൊരു ചിന്തയുമില്ല. हम कोई जिम्मेदार वो जिम्मेदार അമ്മ മരിക്കുകയാണെങ്കിലും ഹലുവ കഴിക്കണം. की आज्ञा से सेवा പത്നി മരിക്കുകയാണെങ്കിലും ഹലുവ കഴിക്കണം. सेवा में आनंद है നിങ്ങളെല്ലാവരും ഹലുവ കഴിക്കൂ. ചിലപ്പോൾ ഇന്ന് ഹലുവയും ടോളിയും ഉണ്ടായിരിക്കും. ഹലുവ ഉണ്ടാക്കിയിട്ടുണ്ട്, ഹലുവ കഴിക്കും. गुड नाइट गुड नाइट അതിനാൽ ഹലുവ കഴിക്കൂ, മധുരമായി മാറൂ. മധുരമായിരിക്കും. പിന്നെ ഏത് കാര്യത്തിൽ ചിന്തിക്കണം, ഏത് കാര്യത്തിലും ഉറച്ചിരിക്കാൻ ഒരേ ഒരു വിധിയാണ്. ഇത് അണ്ടർലൈൻ ചെയ്യൂ. हलवा खाना बीबी मरे तो भी हलवा खाना ഒരു വിധിയാണ്. 3 ബിന്ദു. हलवा टोली होगी या भोजन पर 3 ബിന്ദു. ബാബ ബിന്ദു,
ഞാൻ ആത്മാബിന്ദു, इसलिए हलवा खाओ, ഡ്രാമ ബിന്ദു. मीठा बनो ബസ് और फिर नीचे ബിന്ദുവായി കഴിഞ്ഞാൽ പിന്നെ इस बात ചിന്തയില്ലാത്തവരായി മാറി. പിന്നീട് എന്ത് ചിന്ത, എന്ത് ചിന്തനം? अटोल रखने ചിന്തയുമില്ല, ചിന്തനവുമില്ല. एक विधि ഇതിങ്ങനെയുള്ള ബിന്ദുവാണ് ഡ്രാമയുടെ ബിന്ദു. വളരെ പ്രയോജനമുള്ളതാണ്, बाबा बिंदु വളരെ പവർഫുള്ളാണ്. സർവസങ്കല്പങ്ങളെയും ഫിനിഷ് ചെയ്യും. बिंदु आ गया 3 ബിന്ദു बिल्कुल बन गए. സദാ ഓർമ്മയിൽ വയ്ക്കൂ. क्या चिंतन, न चिंता न चिंतन. ഈ സ്മൃതിയുടെ വരദാനം തന്നെയാണ് 3 ബിന്ദു നമ്മളുടെ സ്ഥിതിയെ बहुत വളരെ നല്ല വരദാനമെന്ന് പറയാം, സാധനമെന്ന് പറയാം, യുക്തി എന്ന് പറയാം, എന്തു വേണമെങ്കിലും പറയാം. संकल्पों को അതിനാൽ നിങ്ങളെല്ലാവരും വീണ്ടും പ്രവൃത്തിയെ, ലാസ്റ്റ് ഈ വേർഡ് ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരും बिंदु हमारी स्थिति का സ്വയം അവനവനോട് ചോദിക്കൂ, നഷ്ടോ മോഹ സ്മൃതിർലബ്ധയായിട്ടേ പോകൂ. तो आप सभी ഇങ്ങനെ ചിന്തിക്കരുത്, ഇപ്പം എനിക്ക് വളരെ കുറച്ച് കർമ്മഭോഗം മാത്രമേ ഉള്ളൂ, അനുഭവിക്കാനുള്ളൂ, 10% അല്ലെങ്കിൽ 15% ഉള്ളൂ. अपना अपना सब पूछो. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനോടാണ് മോഹം? അതിനാൽ എല്ലാ ലൗകികവും നമ്മളുടേത് തന്നെയാണ്, എല്ലാ പാരലൗകികവും നമ്മളുടേത് തന്നെയാണ്. ये नहीं, अभी मुझे थोड़ा वो है ആരു പറഞ്ഞു നമ്മളുടേതല്ല എന്ന്? से जाके 50 എല്ലാം നമ്മളുടേത് തന്നെയാണ്. तेरे मेरे पर നമുക്ക് എല്ലാത്തിലും മോഹമുണ്ട്, അതിൽ തർക്കമില്ല. അതോ മോഹമൊന്നുമില്ലേ? इसलिए നിങ്ങൾ വിചാരിക്കണില്ലേ ദാദിക്ക് സ്നേഹമുണ്ട്, ദാദിമാർക്കെല്ലാം സ്നേഹമുണ്ട്, ബാബയുടെ സ്നേഹമുണ്ട്. किसको സ്നേഹമർത്ഥം സ്നേഹം, सारे हमारे हो. സ്നേഹമർത്ഥം മോഹമല്ല. നമുക്ക് ബാബയോട്, എല്ലാവരോടും कोई शक नहीं, न कोई में സ്നേഹമുണ്ട്. പ്രേമത്തിൻ്റെ ഗംഗയാണ്, സ്നേഹമുണ്ട്. दादी का प्यार है. आप പക്ഷേ മോഹമില്ല. सब दादियों മോഹമർത്ഥം बाबा का प्यार, എൻ്റെ, സ്നേഹമർത്ഥം നിൻ്റെ. प्यार അതിനാൽ നമ്മളുടേത് സ്നേഹമാണ്, तो हमारा എൻ്റെ എന്നല്ല, നിൻ്റെ എന്നാണ്. तो हमारा प्यार है. मेरा मेरा नहीं, तेरा तेरा. इसलिए सभी प्यारे हो, അതിനാൽ എല്ലാവരും सभी സ്നേഹിയായിരിക്കൂ. बाबा के शिकिलदे लाडले हो. ബാബയുടെ കളഞ്ഞുപോയി തിരികെ കിട്ടിയ ഓമനകളായിരിക്കൂ. आप सभी എല്ലാവരും बाबा के ബാബയുടെ विजय माला के കഴുത്തിലെ गले के വിജയമാലയിലെ हार हो. बाकी क्या? മുത്താകൂ. ഇനി എന്താണ് ആവശ്യം? विजयी 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 बस. വിജയ് 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 ബസ്. ഇതിഹാസ ജീവിതം നെയ്തു നീ മായാത്ത കാന്തിയ മംഗളകാരിണി.